രാവിലെ തന്നെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ട്രോളോട് ട്രോള്, മഞ്ഞപ്പടമുണ്ട്, നീലപ്പടമുണ്ട്, എല്ലാ പടയുണ്ട്. നിങ്ങൾ പോർച്ചുഗലിന്റെ തകർച്ചയല്ല കാണാൻ ആഗ്രഹിക്കുന്ന റൊണാൾഡിന്റെ എന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. മനസ്സിലായോ? മഞ്ഞപ്പടക്കാരോട് പറയാലോ, ഒരു ബാലൻഡിയോർ ഒന്നും വേണ്ട, 2 മാച്ച് പരിക്കില്ലാതെ നിങ്ങളൊന്ന് കളിക്കുന്നിട്ട് ട്രോളാൻ പാ. നീലപ്പടക്കാരോട് പറയാനുള്ളത്, കഴിഞ്ഞ അതേ അവസ്ഥയില് സൗദി അറേബ്യനോട് 2-1 തോറ്റിട്ടുള്ള ആൾക്കാരാണ് നിങ്ങള്. നിങ്ങളാണ് സമനിലയായ ഞങ്ങൾ ട്രോളിന്. ഇപ്പൊ കഴിഞ്ഞ സ്പെയിൻ എന്തായി? സ്പെയിന്റെ ഫാൻസ് എന്ത് ചെയ്ത് 3-4 ഗോളിന് ജയിക്കുക, ലോക്കൽ ടീമല്ലേ. അതെന്താ സംഭവിച്ചത്? ഫുട്ബോളിന്റെ രീതി അങ്ങനെയാണ്, അത് വേറെ കാര്യം. പിന്നെ റൊണാൾഡോ നിങ്ങൾ ട്രോളാൻ തോന്നും നിൽക്കുമ്പോൾ. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ മറുപടി കൊടുത്തിരിക്കും. അത് ബാർസയ്ക്കും അത്ലറ്റിക്കോമായിട്ടും നല്ലോണം അറിയാം. റിവെഞ്ചിന്റെ കാര്യത്തിൽ ഇന്ന് പ്ലേയേഴ്സിൽ അത് CR കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിച്ചു പോകണം, അതൊക്കെ. പിന്നെ ഒരാളെ കൊണ്ട് മാത്രം ഗ്രൗണ്ടിൽ മൊത്തം ഓടി നടന്നിട്ട് പന്ത് വാങ്ങിയെടുത്തിട്ട് ഗോൾ അടിക്കാനൊന്നും പറ്റില്ല. ഒരാളെ സപ്പോർട്ട് വേണം, പന്ത് കാലിൽ കിട്ടണം. അത് ഈടായിട്ട് റൊണാൾഡോയ്ക്ക് കിട്ടിയിട്ടില്ല. നല്ല മാച്ച് കണ്ടവർക്ക് അറിയാൻ പറ്റും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബെഞ്ചിരുത്തി കളിപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഇന്നലെ നടന്ന മാച്ച് കണ്ടവർക്ക് അറിയാം. ആകെ ഫിനിഷിംഗ് പോയിന്റിലൊക്കെ ഉണ്ടായിട്ടും ചെക്കന് പന്ത് കിട്ടിയിട്ടില്ല. ഇതാണ് അവസ്ഥ. പിന്നെ എങ്ങനെ ഗോൾ അടിക്കുക? ആകെ 3-4 പ്രാവശ്യം ഒറ്റ അവന് പാസ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ CR7 പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ CR7ന്റെ തകർച്ചയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് നല്ലോ അറിയാം. പോർച്ചുഗലിന്റെ അല്ലാതെ ഞങ്ങൾക്ക് നല്ലോ അറിയാം. ഇന്നല്ലെങ്കിൽ നാളെ അതിന് തിരിച്ചടി തന്നിരിക്കും. ഓക്കെ.